ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് മതേതരത്വമാണ്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണമായിട്ട് എപ്പോഴും ഇട്ടലക്കുന്ന ഒരു വാക്കാണ് മതേതരത്വം. മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെയുള്ള ആൾക്കാർ എന്താണ് കരുതി വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് അവരുടെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒത്തിരി വാക്കുകൾ നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, പൊതുവെയുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഒത്തിരി വാക്കുകൾ നിത്യ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുമെങ്കിലും കൃത്യമായിട്ടുള്ള ധാരണയോടെ കൂടി അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണെന്നുണ്ട്. അപ്പോൾ അതുപോലൊരു വാക്കാണ് നമ്മൾ മതേതരത്വം. അതിൻ്റെ ഇംഗ്ലീഷാണ് സെക്കുലാർ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പൊതുവെ നമ്മളിവിടെ ധരിച്ചു വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നുകിൽ രാഷ്ട്രീയക്കാർ വെറും മണ്ടന്മാരായതുകൊണ്ട്, മണ്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ അറിവിൻ്റെ കാര്യത്തിൽ മണ്ടന്മാരായതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അല്ല, ജനങ്ങളെ കബളിപ്പിക്കുവാനുള്ള അവരുടെ കഴിവിൻ്റെ കാര്യത്തിലല്ല ഞാൻ. അതിലവർ വളരെ മിടുക്കരാണ്, വളരെ ഇൻ്റലിജൻ്റാണ്, വളരെ ഐക്യ കൂടുതലാണ് അവർക്ക്. കാരണം ജനങ്ങളെ എങ്ങനെ വിഡ്ഢിയാക്കണമെന്നും കബളിപ്പിക്കണമെന്നും ചൂഷണം ചെയ്യണമെന്നൊക്കെ ഉള്ള ആ ഒരു കലയിൽ അവർ വളരെ ഉസ്താദന്മാരാണ്. അതുകൊണ്ട് അവർ വളരെ ഇൻ്റലിജൻ്റാണ്. പക്ഷേ ഈ അറിവിൻ്റെ കാര്യത്തിൽ അവർ വെറും മണ്ടന്മാരാണെന്ന് ആണ് ഞാൻ പറയുന്നത്. അതെല്ലാ രാഷ്ട്രീയക്കാരും അല്ല, എല്ലാ പൊളിറ്റീഷ്യൻസും അല്ല. പക്ഷേ അതിനകത്തിൽ നമുക്ക് ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ സാധിക്കുന്നതാണ്. ഒരുപക്ഷെ അവരുടെ ഈ പറഞ്ഞ മണ്ടത്തരം കൊണ്ടോ, അല്ലെങ്കിൽ അവർ ജനങ്ങളെ മണ്ടരാക്കാൻ വേണ്ടിയോ അവർ പൊതുവേ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിലും വലിയ വ്യത്യാസമൊന്നുമല്ല. പ്രത്യേകിച്ച് ചില രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകത്തിൽ വളരെ ശുഷ്കാന്തി കാണിക്കുന്ന ആൾക്കാരാണല്ലോ. ഈ മതേതരത്വം ഇവിടെ പൂത്തുലഞ്ഞ് കായ്ച്ച് ഭയങ്കര പുഷ്പിച്ച് കാണണം എന്നുള്ള രീതിയിൽ, എന്നുവെച്ചാൽ അവർ പടച്ചിറക്കുന്ന, അല്ലെങ്കിൽ അവർ പൊതുവെ പറഞ്ഞ് പരത്തുന്ന ഇതിൻ്റെ ആ ഒരു അർത്ഥതലത്തിൽ ഈ മതേതരത്വം ഇവിടെ പൂത്തുലഞ്ഞ് കാണണം എന്നാഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും, അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള സംഘടനകളും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുമൊക്കെ ഉണ്ട് എന്നുള്ള ഒരു വസ്തുതയും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അവർ പൊതുവെ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്, ഞാൻ ഇവിടെ നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തമായിട്ടുള്ള മതങ്ങളുണ്ട്, ജാതികളുണ്ട്, ആൾക്കാരുണ്ട്. അപ്പം ജാതി ഇവിടെ നിൽക്കട്ടെ, ഇത് മതവുമായി ബന്ധപ്പെടുത്തിയാണല്ലോ നമ്മുടെ ഈ ഇവിടുത്തെ മതേതരത്വം. കാരണം അതിനകത്തിൽ മതം അതിനകത്തിലുള്ളതുകൊണ്ട് മതേതരത്വം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സെക്കുലാറിസം, ഈ അവർ പറയുന്ന മതേതരത്വവും സെക്കുലാറിസം രണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞ് ക്ലിയറാക്കി തരാം. അതായത് അവർ പറയുന്നത് ഇന്ത്യയിൽ വ്യത്യസ്തമായിട്ടുള്ള ഈ മതവിഭാഗത്തിലുള്ള ആൾക്കാർ തമ്മിൽ, ഞാൻ എൻ്റെ പേര് പറയുന്നില്ല, കാരണം ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം ഒരു മതം നല്ലതെന്നോ മറ്റൊരു മതം ചീത്തയെന്നോ ഒന്നുള്ളൊരു അഭിപ്രായക്കാരനല്ല ഞാൻ. കാരണം പൊതുവെ എനിക്ക് അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ചർച്ചകളോ സംസാരങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ വെച്ച് പുലർത്താറുമില്ല. നമ്മൾ മെറിറ്റ് ബേസിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു കാര്യത്തെ തെറ്റായി നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ട് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കും. അതിപ്പോൾ ഏത് മതക്കാരൻ ചെയ്താലും, ഏത് ജാതിക്കാരൻ ചെയ്താലും, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാർ ചെയ്തു കഴിഞ്ഞാൽ നമ്മളതിനെ മെറിറ്റ് ബേസിൽ മാത്രമേ കാണാറുള്ളൂ. അല്ലാതെ മറിച്ച് അതിനൊരു എന്താണ് പറയുന്നത്, എനിക്കങ്ങനെ ക്ലെയിം ഒന്നുമില്ല തീർച്ചയായിട്ടും. കാരണം ഞാൻ ഇതുപോലുള്ള ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഉൾപ്പെടുന്നൊരു വ്യക്തിയല്ല. കാരണം നമ്മൾ നമ്മുടെ നാടിനെക്കുറിച്ച്, അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ രാജ്യത്തെക്കുറിച്ച് നമുക്ക് കൺസേൺ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഈ പറഞ്ഞ സോഷ്യോ പൊളിറ്റിക്കൽ, അല്ലെങ്കിൽ സോഷ്യോ ഇക്കണോമിക്, സോഷ്യോ കൾച്ചറൽ, ഇങ്ങനെ നമ്മൾ പറയുന്ന പ്രത്യേകിച്ച് ഇതുപോലുള്ള മേഖലകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അതിപ്പോൾ ആര് തന്നെ ആണ് അതിന് കാരണക്കാരായാലും നമ്മളതിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ നമ്മളതിനെ ഒരു തെറ്റായിട്ട് കാണുകയും, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അവിടെ നമുക്ക് ഈ പേരെടുത്ത് ഇപ്പം മതങ്ങളെ പറയാനോ ജാതി പറയാനോ ഞാൻ ഇതുപോലുള്ള ഈ വീഡിയോയ്ക്കകത്തിൽ താല്പര്യപ്പെടുന്നില്ല. അപ്പം നമ്മൾ പൊതുവെ ഇവിടെ ധരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് രാഷ്ട്രീയക്കാർ പൊതുവെ, അല്ലെങ്കിൽ അതുപോലുള്ള അവരുമായിട്ട് ഒട്ടി നിൽക്കുന്ന മറ്റേതെങ്കിലും സംഘടനകളോ സാംസ്കാരിക സംഘടനകളോ ഒക്കെ തന്നെ അവർ നമ്മുടെ ജനങ്ങളെ പൊതുവെ പറഞ്ഞ് കബളിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞ് മണ്ടരാക്കി വെച്ചിരിക്കുന്നതെന്നാൽ ഈ വ്യത്യസ്ത മതത്തിലുള്ള ആൾക്കാർ പരസ്പരം തോളിൽ കൈയിട്ട് പരസ്പരം സ്നേഹിച്ച് പരസ്പരം ഉമ്മ കൊടുത്ത് ഒക്കെ കഴിയുന്ന
അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംഭവമാണ്, അല്ലെങ്കിൽ അങ്ങനെയൊരു പിന്നെ അവസ്ഥയാണ് ഈ സെക്കുലറിസം. ഞാൻ മതേതരത്വം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, സെക്കുലറിസം എന്നുള്ളതാണ് അവർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളെ വിശ്വസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, ഈ ഒരു കാഴ്ചപ്പാടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, ഓഫ് കോഴ്സ് നമ്മൾ ഒരു പ്ലൂറൽ സൊസൈറ്റി ആയതുകൊണ്ട്, പ്ലൂറൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഈ പറഞ്ഞ ജാതിയും മതവും രാഷ്ട്രീയവും സംസ്കാരവും ഒക്കെ ഉള്ള ആൾക്കാർ ഉള്ളൊരു രാജ്യവും സമൂഹമൊക്കെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ നമുക്കൊരു ഹാർമോണി, അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത്, പരസ്പര സഹകരണവും പരസ്പര വിശ്വാസവും ഒക്കെ വളരെ അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഈ ശ്രീകൃഷ്ണൻ്റെ കുഴിമന്തി കഴിക്കുന്ന അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിനകത്തിൽ പറഞ്ഞാണ്, നമ്മളുടെ വ്യത്യസ്തമായിട്ടുള്ള നാനാവിധത്തിലുള്ള മനുഷ്യരെന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള മതവിശ്വാസങ്ങളും അല്ലെങ്കിൽ ജാതി സമ്പ്രദായങ്ങളും ജാതിയിലൊക്കെ വിശ്വസിക്കുന്ന ഉള്ള ആൾക്കാരുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും റെസ്പോൺസിബിൾ ആകണം നമ്മൾ പറഞ്ഞതാണ്. കാരണം ഇവിടുത്തെ നമ്മുടെ സമൂഹത്തിനൊരു സോഷ്യൽ ട്രസ്റ്റ് നമുക്ക് അത്യാവശ്യമാണ്. എല്ലാവരും പരസ്പരമുള്ളൊരു വിശ്വാസം അത്യാവശ്യമാണ്. ആ വിശ്വാസമാണ് നമ്മൾ നിലനിർത്തുന്നത് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ രാജ്യത്ത്. അപ്പോൾ നമുക്ക് ജാതിയും മതമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മളത് മറ്റുള്ളവരുടെ പിന്നെ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്പേസിലേക്ക് നമ്മൾ കടന്നു കയറി ചെല്ലാതിരിക്കുക, നമ്മൾ സുപ്പീരിയർ ആണെന്നുള്ള മനോഭാവത്തോടുകൂടി മറ്റുള്ളവരെ ഇൻഫീരിയർ ആക്കാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള പരസ്പര വിശ്വാസത്തിൻ്റെയും ഒരു ഗിവ് ആൻഡ് ടേക്ക്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ പ്ലൂറലായിട്ടുള്ള സമൂഹത്തിൽ, പ്ലൂറൽ എന്നല്ല ഏത് സമൂഹത്തിലും ഇനിയും ഈ ഹോമോജിനസ് ആയിട്ടുള്ള എല്ലാവരും ഒരുപോലുള്ള ജാതിയും മതവും ഒക്കെ ഉള്ള ഒരു സമൂഹത്തിലാണെങ്കിലും പരസ്പരം ആൾക്കാർ തമ്മിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി അത്യാവശ്യമാണ്. ബാക്കിയെല്ലാം നമുക്ക് ഒരു കൺവീനിയൻസോടെ മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് മതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ഒരു കൂട്ടായിട്ട് ജീവിക്കുന്ന ഒരിടത്തിൽ നമുക്ക് ട്രസ്റ്റ് വളരെ അത്യാവശ്യമാണ്, ഭൂരിപക്ഷം ആൾക്കാർക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതിനെ വയലേറ്റ് ചെയ്യുന്ന, അതിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും ഇതിനകത്തുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികളോ അല്ലെങ്കിൽ അതുപോലുള്ള നീക്കുപോക്കുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ സമൂഹത്തിലത് അസ്വാരസ്യങ്ങളുണ്ടാക്കും. അത് നമ്മൾ സമൂഹം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കാര്യമായാലും ഇന്ത്യയുടെ കാര്യമായാലും ശരി, അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും പരസ്പരം അവർ സഹകരിക്കുകയും, നമുക്കിപ്പോൾ ആരെയും ഇഷ്ടപ്പെടാൻ സാധിക്കത്തില്ല, എല്ലാവരെയും നമുക്ക് അത് ഒരു റിയാലിറ്റിയാണ്. നമുക്കിപ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം നിർബന്ധമില്ല, ഇഷ്ടപ്പെടാൻ കഴിയണം നിർബന്ധമില്ല. പക്ഷേ നമുക്ക് മറ്റുള്ളവരിൽ നമുക്ക് സഹകരിക്കാം, നമുക്ക് കോപ്പറേറ്റ് ചെയ്യാം, നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. നമുക്ക് ട്രസ്റ്റ് വേണ്ടിടത്ത് നമുക്ക് സ്നേഹവും ഈ പറഞ്ഞ ഇഷ്ടവും കെട്ടിപ്പിടുത്തവും ആരെങ്കിലും ഒന്നും വേണം നിർബന്ധമില്ല. കാരണം നമ്മൾ എത്രയോ ബിസിനസ്സുകൾ, ഇപ്പോൾ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ എത്രയോ ഓൺലൈനായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുകയും അല്ലെങ്കിൽ വിൽക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ട്രസ്റ്റ് ബേസ്ഡാണ്. അവിടെ ആരുടെ ഇഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമില്ല കച്ചവടങ്ങൾ നടക്കുന്നത്, ക്രയവിക്രയങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതെല്ലാം ട്രസ്റ്റ് ബേസ്ഡാണ്. അവിടെ സ്നേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ നിലവിലില്ല. അതുകൊണ്ട് നമുക്കിപ്പം മറ്റുള്ളവരെ, നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുന്നത് പോലെ എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും കഴിയത്തില്ല. അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ അതിനകത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു കൺസേൺ ആവേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് ട്രസ്റ്റ് അത്യാവശ്യമാണ് സമൂഹത്തിൽ. ട്രസ്റ്റ് ബേസ്ഡ് സമൂഹമാണെങ്കിൽ, അല്ലെങ്കിൽ ട്രസ്റ്റ് ആയിരിക്കണം ഒരു സമൂഹത്തിൻ്റെ ഫൗണ്ടേഷൻ. അപ്പോൾ അതിനകത്തിലാണ് ബാക്കിയുള്ള ക്രയവിക്രയങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും പരസ്പര പ്രയോജനങ്ങൾ ലഭിക്കുന്ന, അല്ലെങ്കിൽ പരസ്പര സഹകരണത്തോടു കൂടി. കാരണം നമുക്കറിയാം, നമുക്ക് എത്രയൊക്കെ നമ്മൾ ക്ലെയിം ചെയ്താലും ശരി, നമുക്ക് മറ്റുള്ളവരുടെ, മനുഷ്യരെന്ന് പറയുന്ന മറ്റുള്ള സഹജീവികളുടെ എവിടെ നിന്നൊക്കെ എല്ലാം ശരി, നമുക്ക് സഹായങ്ങളും അല്ലെങ്കിൽ ഈ സഹകരണങ്ങളും മറ്റുള്ള മനുഷ്യരുടെ എഫേർട്ട് ഇല്ലേ, ഒക്കെ തന്നെ നമുക്ക് അത്യാവശ്യമാണ് ജീവിക്കാൻ. അങ്ങനെയുള്ള ലോകത്താണ്, സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ മതത്തെക്കുറിച്ച് ഭയങ്കര ക്ലെയിം ചെയ്യുകയാണെങ്കിൽ, ഈ ഷർട്ട് നിർമ്മിച്ചതും അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണത്തിന് പിന്നിലുള്ള ആൾക്കാർ ഏത് ജാതിയിലും മതത്തിലുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷേ ഞാൻ അവകാശപ്പെടുന്ന എൻ്റെ ജാതി മതത്തിലുള്ള ആൾക്കാർ പോലും അറിയത്തില്ല. ഇതിൻ്റെ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട ഇതിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ മനുഷ്യൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ക്ലെയിം വളരെ ബാലിശമാണ്, ഇമ്മച്ചുറാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മളൊരു രാജ്യമായിട്ട് സമൂഹമായിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് തീർച്ചയായിട്ടും അതിനകത്തിൽ എന്താണ് പറയുന്നത്, ഈ ട്രസ്റ്റിനെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കുന്ന എലമെൻറ്റുകൾ മാത്രമാണ്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടത്. നമുക്ക് മതവിശ്വാസം ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ഇടങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുക. ഓക്കെ, ഞാൻ ടോപ്പിക്കിൽ നിന്ന് വഴി മാറി പോകുന്നു.
അപ്പോൾ ഈ മതസൗഹാർദ്ദമല്ല മതേതരത്വം പൂത്തുലഞ്ഞു കാണുവാൻ വേണ്ടി അല്ലെങ്കിൽ മതേതരത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഇവിടെ സദാ വളരെ രാപ്പകൽ നേരം വെളുക്കുമ്പോൾ മുതൽ സൂര്യൻ അസ്തമിക്കുന്നവരെ വളരെ കഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളും അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ഒക്കെ തന്നെ ഉണ്ട്. അവർ ജനങ്ങളെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത് മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കെട്ടിപ്പിടുത്തവും ആലിംഗനവും ചുംബനവും ഉമ്മക്കലും വ്യത്യസ്ത മതത്തിലുള്ള ആൾക്കാർ തമ്മിലുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളങ്ങനെ ഉമ്മ വച്ചില്ലെങ്കിലും കെട്ടിപ്പിടിച്ചാലും ഇഷ്ടപ്പെട്ടെങ്കിലും ഈ സോഷ്യൽ ട്രസ്റ്റ് നമുക്കുള്ള അത്യാവശ്യമാണ്. അത് ഏതെങ്കിലും രീതിയിൽ തകർക്കപ്പെടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളോ അല്ലെങ്കിൽ ഏതൊരു വിഭാഗത്തിലുള്ള ആൾക്കാർ അതിനകത്തൊക്കെ തുരങ്കം വയ്ക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് സമൂഹമാണ് അത്യാവശ്യം. സമൂഹത്തിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാവർക്കും സമൂഹത്തിൽ അക്കോമഡേറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ അതിനകത്തിൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ വഴി മാറി പോകുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ഒക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നമുക്ക് സ്ഥിരമായി ഉണ്ടാകുന്നതാണ്. അവിടെ നമ്മൾ കൂടുതൽ അതിനെ നമ്മൾ കെയർ ചെയ്യാറില്ല. മതവും ജാതിയൊക്കെ വരുമ്പോഴാണ് കൂടുതൽ സെൻസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ വൾണറബിളായിട്ടുള്ള ഈ ഇഷ്യൂസും ഏരിയാസൊക്കെ ആണ്ട് കൂടുതൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അപ്പം മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടിയല്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കുലറിസം അല്ലെങ്കിൽ സെക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റിൻ്റെ ഒരു പോളിസിയാണ്. ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സംസ്ഥാനമല്ല, സംസ്ഥാനങ്ങളെ നമ്മൾ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. കേരള സ്റ്റേറ്റ്, തമിഴ്നാട് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗുജറാത്ത് സ്റ്റേറ്റ്, ആ ഒരു സ്റ്റേറ്റല്ല ഞാൻ പറഞ്ഞത്. സ്റ്റേറ്റ് നമ്മുടെ ഭരണകൂടം അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിനാണ് പറഞ്ഞത്. അതിപ്പോൾ കേരളത്തിലെ ആയാലും ശരി, നമ്മുടെ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ് ആയാലും ശരി. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ് പോളിസിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് ജനങ്ങൾ എങ്ങനെ ജീവിച്ചു കഴിഞ്ഞാലും, ജനങ്ങൾ ഇനിയും മതസൗഹാർദ്ദത്തിൽ ജീവിച്ചു കഴിഞ്ഞാലും മതസൗഹാർദ്ദമില്ലെങ്കിലും എന്നോടെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ വെട്ടും കുത്തും അല്ലെങ്കിൽ കൊലപാതകവും വർഗീയ കലാപങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും സ്റ്റേറ്റിൻ്റെ പോളിസി എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് നമുക്ക് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾ സെക്കുലറാണോ അല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ സ്റ്റേറ്റിനാണ് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. കാരണം സ്റ്റേറ്റ് എങ്ങനെയാണോ അങ്ങനെ തന്നെ അതിൻ്റെ താഴെയുള്ള പ്രജകൾ തീർച്ചയായിട്ടും ആക്ട് ചെയ്യും റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്യത്തുള്ളൂ. അതിയായ സംശയങ്ങളൊന്നുമില്ല. കാരണം സ്റ്റേറ്റാണല്ലോ നിയമങ്ങൾ കൊണ്ടുവരുന്നതും ഭരണ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതും ഭരണഘടന ഉണ്ടാക്കുന്നതും ഭരണഘടനയെ നടപ്പിലാക്കുന്നതൊക്കെ തന്നെ സ്റ്റേറ്റാണ്. അപ്പോൾ ആ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ താഴെയുള്ള നമ്മളെപ്പോലുള്ള പൗരന്മാരല്ലെങ്കിൽ പ്രജകൾ എന്ന് പറയാം. പ്രജകൾ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് പണ്ടത്തെ ആ ഒരു ടേം വെച്ചിട്ട് പറയുകയാണ്. എന്നുവെച്ചാൽ നമ്മളെപ്പോലുള്ള സിറ്റിസൺസ് എങ്ങനെ ആക്ട് ചെയ്യുന്നു റിയാക്ട് ചെയ്യുന്നുള്ളത്, സ്റ്റേറ്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നു റിയാക്ട് ചെയ്യുന്നുള്ളത്, സ്റ്റേറ്റിൻ്റെ ക്യാരക്ടർ, സ്റ്റേറ്റിൻ്റെ നേച്ചർ എന്തായിരിക്കും അതിനനുസരിച്ചായിരിക്കും ജനങ്ങളും ഈ പറഞ്ഞ അവരുടെ പ്രതികരണങ്ങളും റിയാക്ഷൻസും ഒക്കെ നടക്കുന്നതായിട്ട്. അപ്പം സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് സെക്കുലർ ആകുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെപ്പോലുള്ള സിറ്റിസൺസ് സെക്കുലർ ആവേണ്ട വലിയ അത്യാവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി സെക്കുലർ ആയാലും ഇല്ലെങ്കിലും ശരി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ല നമ്മളൊരു കൂട്ടം ആൾക്കാർ സെക്കുലർ ആണെങ്കിലും ഇല്ലെങ്കിലും, സെക്കുലർസ് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നമ്മൾ ഇപ്പോൾ ഒരു മതത്തിലുള്ള ഒരാളാണ്, പക്ഷേ നമ്മൾ മറ്റുള്ള മതക്കാരുടെ നമ്മൾ വലിയ സൗഹാർദ്ദവും പ്രത്യേകിച്ച് ഈ പറഞ്ഞ സഹകരണമൊന്നും ഇല്ലെങ്കിൽ തന്നെയും അതിനകത്തിൽ ഈ ഞാൻ മുമ്പേ പറഞ്ഞ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാൽ തന്നെയും അതല്ല സെക്കുലറിസം എന്നുള്ളത് മനസ്സിലാക്കുക. സെക്കുലർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റിസൺ സെക്കുലർ ആകേണ്ട ആവശ്യമില്ല, സ്റ്റേറ്റാണ് സെക്കുലർ ആകേണ്ടത്. ഇനി സ്റ്റേറ്റ് എങ്ങനെ സെക്കുലർ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ്, സ്റ്റേറ്റിന് ഒത്തിരി വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളും ഒക്കെ ഉണ്ട്. ആകെ മൊത്തം ടോട്ടലായിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് നമ്മുടെ ഭരണകൂടം എന്ന് പറയുന്നത്. അതിനകത്തിൽ ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഉപസംഘടനകളും ഒക്കെ തന്നെ ഇഷ്ടം പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂടുതലാണ്. സ്റ്റേറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് പലതരത്തിലുള്ള, ഇതെല്ലാം കൂടെ ചെയ്യുന്നതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പോലീസ് ഉണ്ട്, ഇൻ്റലിജൻസ് ഉണ്ട്, മിലിറ്ററി ഉണ്ട്, ഡിഫൻസ് ഉണ്ട്, പിന്നെ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പിന്നെ ഓർഗൻസ് നമ്മൾ പറയുന്ന പ്രത്യേക സബ് സിസ്റ്റംസ് ഉണ്ട്, സബ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സ്റ്റേറ്റാണ് ഒരുമിച്ച് എല്ലാം ആണ് പറയുന്നത്. മന്ത്രാലയങ്ങൾ, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് മുതൽ താപ്പോട്ടുള്ള മന്ത്രാലയങ്ങൾ, അതിനകത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ്, വകുപ്പുകൾ എല്ലാവരും ഉൾപ്പെടുന്നതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറയുന്നത് സംവിധാനം, സ്റ്റേറ്റ് സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റിൻ്റെ
ഉത്തരവാദിത്വമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സെക്കുലാറിസം ശരിക്കും ഉറപ്പാക്കുക എന്നുള്ളത്. കാരണം വി സിറ്റിസൺസ്, നമ്മളെ സംബന്ധിച്ച്, പൗരന്മാരെ സംബന്ധിച്ച് അതിനകത്ത് പ്രത്യേകിച്ച് വലിയ പങ്കൊന്നുമില്ല. സ്റ്റേറ്റ് എങ്ങനെയാണോ അങ്ങനെയാണ് പൗരന്മാരും ആക്ട് ചെയ്യുകയും റിയാക്ട് ചെയ്യുകയും ചെയ്തത് നമ്മൾ പറയുകയും ചെയ്തു. കാരണം നമ്മളിൽ നിന്നുള്ള ആൾക്കാരാണ് സ്റ്റേറ്റിൻ്റെ അധിപന്മാരായിട്ട് പോകുന്നത്. എന്നിട്ട് നമ്മളൊരാളാണ് പ്രധാനമന്ത്രിയാവുന്നതും മുഖ്യമന്ത്രിയാവുന്നതും മറ്റേ മന്ത്രിയും മന്ത്രിയും ആ സെക്രട്ടറിയും ഈ സെക്രട്ടറി എല്ലാം നമ്മളിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ റിഫ്ലക്ഷൻ തന്നെയാണ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ റിഫ്ലക്ഷനാണ് ഈ മാക്രോ എന്നുള്ള വ്യത്യാസമാണ്. മനസ്സിലല്ലോ, ജനങ്ങൾ മൊത്തം കൂടെ മാക്രോ ആണെങ്കിൽ മാക്രോസ് ഇതല്ലേ, അത് മൈക്രോക്കോസം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു പരിവേഷമാണ്, ഒരു മിനിയേച്ചറാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആൾക്കാർ തന്നെയാണ് മേളിലിരിക്കുന്നത്. അല്ല നമ്മൾ ജനങ്ങളുടെ മുകളിൽ പണ്ടത്തെ പോലെ ബ്രിട്ടീഷുകാരൊന്നുമല്ല ഇരിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കക്കാരൊന്നുമല്ല, നമ്മുടെ ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ സ്റ്റേറ്റ് എങ്ങനെയാണോ ജനങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും ആക്ട് ചെയ്യുന്നതും റിയാക്ട് ചെയ്യുന്നതും ഒക്കെ തന്നെ അല്ലേ. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് സെക്കുലർ ആകുക എന്നുള്ളത്. ഇനി സെക്കുലറിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ പണ്ട് യൂറോപ്പിൽ ഉടലെടുത്തൊരു ഇതാണ്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ചർച്ചിൻ്റെ പവറിനെ കർട്ടൽ ചെയ്യാൻ വേണ്ടി ഒരു കാലത്തോടെ ചർച്ചയാണല്ലോ ഡോമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചർച്ചിൻ്റെ അവിടെയുള്ള ഏതെങ്കിലും അധികാരവർഗ്ഗങ്ങൾ, ഒരുപക്ഷെ ചർച്ചിനെതിരായിട്ടുള്ള അധികാരവർഗ്ഗങ്ങൾ ചർച്ചിൻ്റെ അധികാരത്തെ ന്യൂട്രലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ഐഡിയോളജി ഫിലോസഫിയാണ് സെക്കുലറിസം എന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാൽ സ്റ്റേറ്റും ചർച്ചും തമ്മിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒറിജിൻ. ഇപ്പോഴത്തെ ഇതിലല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ചർച്ച് എന്നുള്ളൊരു ടേം നമ്മൾ ഉപയോഗിക്കുന്നില്ല. പണ്ട് യൂറോപ്പിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്റ്റേറ്റും ചർച്ചും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റേറ്റും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റും ഈ പുരോഹിത വർഗവും, റിലീജിയൻ്റെ മുകളിലിരിക്കുന്നത് പുരോഹിത വർഗമാണല്ലോ, പ്രീസ്റ്റ് ഹുഡ് അല്ലെങ്കിൽ പ്രീസ്ലി ക്ലാസ് എന്നൊക്കെ പറയും, ക്ലർജി നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ എല്ലാ രാജ്യങ്ങളും സെക്കുലറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ അറിയാം, പൊതുവേ കമ്മ്യൂണിസമാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടുന്നത്. അല്ലെങ്കിൽ കമ്മ്യൂണിസമായിട്ടും സോഷ്യലിസമായിട്ടും ഒക്കെ ഭയങ്കര ബന്ധമുള്ള രാജ്യങ്ങളോ പൊളിറ്റിക്കൽ പാർട്ടീസോ ഒക്കെ തന്നെ ആയിരിക്കും ഇതിനെ കൂടുതൽ ഉയർത്തിക്കാട്ടി സെക്കുലാറിസം എന്നുള്ളൊരു കോൺസെപ്റ്റ്. എന്നുവെച്ചാൽ റിലീജിയന് സ്റ്റേറ്റിനകത്തിൽ പ്രത്യേകിച്ച് വലിയ റോളില്ല. റിലീജിയൻ്റെ ഒരു കാര്യത്തിലും സ്റ്റേറ്റ് ഇടപെടുകയില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുന്നു, അത് കേന്ദ്രത്തിലായാലും നമ്മുടെ സംസ്ഥാന തലങ്ങളിലായാലും ശരി. അപ്പോൾ അങ്ങനെ അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പാർട്ടികൾ അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, കാരണം അവർ കോൺസ്റ്റൻ്റായിട്ട് നമ്മൾ പറഞ്ഞ ഇവിടെ പല പാർട്ടികളും 24/7 ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സെക്കുലറാണെന്നുള്ളവർ. അവർ സെക്കുലറാണെന്നും പറഞ്ഞിട്ട് അവർ നമ്മളെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ട് പ്രസൻറ്റ് ചെയ്യുന്ന നറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തത്തെ ടോട്ടലി അവർ മറന്നുകൊണ്ട്, അതിനെ വിസ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജനങ്ങളായിട്ടുള്ള നമ്മളോട് പറയുന്നത് എന്താണ്, ഇവിടുത്തെ വ്യത്യസ്ത മതക്കാർ തമ്മിൽ തോളത്ത് കൈയിട്ട് നടക്കുന്നതാണ്, അല്ലെങ്കിൽ മതസൗഹാർദ്ദമാണ് സെക്കുലാറിസം എന്നാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. പക്ഷേ അതല്ല. സെക്കുലാറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ പോളിസിയാണ്, സ്റ്റേറ്റിൻ്റെ പോളിസി ആയിരിക്കണം, സ്റ്റേറ്റിൻ്റെ ലക്ഷ്യമായിരിക്കണം സെക്കുലാറിസം. എന്നിട്ട് നമ്മുടെ ഭരണഘടനയിൽ സെക്കുലറാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് തെറ്റുകളൊന്നുമില്ല പ്രത്യേകിച്ച്. അത് നല്ലൊരു ആശയം തന്നെയാണ്. കാരണം ഭരണ സംവിധാനത്തിൽ ഒരു മതത്തിനും സ്വാധീനവും നിയന്ത്രണവും കൈകടത്തലും ഉണ്ടാകരുത്. അതുപോലെ തന്നെ ഒരു മതത്തെയും സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനം എന്നുവെച്ചാൽ മൊത്തമായിട്ടുള്ള ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിട്ട് സ്റ്റേറ്റിൻ്റെ മുകളിൽ അധികാരത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ സ്റ്റേറ്റ് മെഷീനറി കൺട്രോൾ ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റിനെ അവർ ഒരു മതത്തെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മതത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ള മതങ്ങളെ അവർ നെഗ്ലക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ആശയങ്ങളും നയങ്ങളും ഉണ്ടാക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു മതം മാത്രമാണ് സുപ്പീരിയർ എന്നുള്ളൊരു ആശയത്തിൻ്റെ പുറത്ത് ഈ സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അവരുടെ നയങ്ങൾ രൂപീകരിക്കുക. അപ്പം ഇതൊക്കെ ഉണ്ടാകാതിരിക്കുന്ന ഒരവസ്ഥയാണ് സെക്കുലാറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ സ്റ്റേറ്റും റിലീജിയനും തമ്മിൽ, റിലീജിയൻ അല്ല റിലീജിയൻസ്, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് റിലീജിയൻസ്, സ്റ്റേറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഭരണകൂടം, റിലീജിയൻ എന്ന് പറയുന്നൊരു സെക്ഷൻ, റിലീജിയസ് സെക്ഷൻ, അല്ലെങ്കിൽ പലതരത്തിലുള്ള മതങ്ങളെല്ലാം കൂടെ വരുന്നൊരു ഭാഷ. അപ്പോൾ ഇതിനകത്തിൽ ഈ പറഞ്ഞ റിലീജിയൻസിന് സ്റ്റേറ്റിൽ ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും സ്വാധീനവും ഉണ്ടാകാതിരിക്കുക. എന്ന് വെച്ചാൽ സ്റ്റേറ്റിൻ്റെ നയങ്ങളെ രൂപീകരിക്കുന്നതിൽ അവർക്ക് ഒരു തരത്തിലുള്ള സ്വാധീനം ഉണ്ടാകാതിരിക്കുക. അതുപോലെ തന്നെ ഈ മതങ്ങളുടെ കാര്യത്തിൽ എന്നുവെച്ചാൽ അവരുടെ സ്വതന്ത്രമായിട്ടുള്ള നിലനിൽപ്പ്
സ്റ്റേറ്റ് ഒരു റിലീജിയനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക, നേരിട്ടോ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതാണോ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇപ്പോഴും നമ്മൾ കേന്ദ്ര തലപ്പത്തും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ ആശയം, ഈ ഫിലോസഫി വെച്ചിട്ടാണ് സ്റ്റേറ്റ് ഭരണകൂടം പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമ്മുടെ ഭരണഘടനയിൽ വളരെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ത്യ ഈസ് എ സോവറിൻ, ഇല്ലേ, സെക്കുലർ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സെക്കുലർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇന്ത്യ സെക്കുലർ ആകണം, അതിനകത്ത് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. പക്ഷേ അത് നമ്മൾ തീർച്ചയായിട്ടും അത് പാലിക്കണം, സ്റ്റേറ്റ് പാലിക്കണം അത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും നമ്മളുടെ സ്റ്റേറ്റിൻ്റെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് സെക്കുലറിസം ഉറപ്പാക്കുക എന്നുള്ളത്, നമ്മുടെ ജനങ്ങളുടെ ഉത്തരവാദിത്തമല്ല. ഇപ്പം ജനങ്ങൾ എങ്ങനെ തന്നെ ആണെങ്കിൽ തന്നെയും അത് നമ്മൾ പ്രത്യേകിച്ച് ഇതിനകത്തിൽ ഇപ്പം ഇനിയും രണ്ട് വിഭാഗങ്ങൾ നമ്മൾ വിഷയങ്ങളുണ്ടാകുമെങ്കിൽ അതിനെ ലീഗലായിട്ട് അഡ്രസ്സ് ചെയ്യാതെ മാത്രമേ ഉള്ളൂ. പക്ഷേ സ്റ്റേറ്റിൻ്റെ ഈ ഒരു സ്റ്റാൻഡ്, നിലപാട്, അതിനകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡയലൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സെക്കുലർ അല്ല എന്നുള്ളൊരു നിലപാടുണ്ടാകണം. അതിൽ നിലപാടല്ല, ഇന്ത്യ സെക്കുലർ അല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾക്കെല്ലാം തന്നെ പല മതങ്ങളോടും ആഭിമുഖ്യം കാണിക്കുകയും പല രാഷ്ട്രീയ പാർട്ടികൾ പല മതക്കാരോട് കൂടുതൽ താല്പര്യവും കൂടുതൽ പ്രീണനവും ഒക്കെ തന്നെ കാണിക്കുകയും അവർ അധികാരത്തിൽ വരുമ്പോൾ ആ മതങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളൊക്കെ എടുക്കുകയും ആ മതങ്ങൾക്ക് ഈ പറഞ്ഞ ഭരണകൂടത്തിൽ കാര്യമായിട്ടുള്ള സ്വാധീനവും നിയന്ത്രണവും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും നമ്മൾ ഒരു തൽസ്ഥിതിയായിട്ട് തന്നെ അത് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൊളിറ്റിക്കൽ പാർട്ടി സംവിധാനം ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്, സൗദി അറേബ്യ അല്ലെങ്കിൽ UAE, ബഹ്റൈൻ, മിഡിൽ ഈസ്റ്റിലൊക്കെയുള്ള നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടോട്ടലി റിലീജിയസ് ആയിട്ടുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് അല്ലെങ്കിൽ അതുപോലെ ഉള്ള റിപ്പബ്ലിക്സ് എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് അതിനകത്തിൽ ഒരു അവരുടെ ക്ലിയർ കട്ടായിട്ടുള്ള സ്റ്റാൻഡുണ്ട്. അവർക്കവിടെ സെക്കുലറിസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഈ വൺ പാർട്ടി റൂളുള്ള പാർട്ടി ഇല്ലാത്ത രാജ്യങ്ങളാണെന്ന് പറഞ്ഞാൽ, പൊളിറ്റിക്കൽ പാർട്ടീസ് ഇല്ലാത്ത വൺ പാർട്ടി റൂളുള്ള ചൈന, അവിടെ പാർട്ടിയുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചും അവിടെയും അവർ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത് കൊണ്ട് അവരുടെ സ്റ്റേറ്റഡ് പോളിസി എന്ന് പറഞ്ഞാൽ ഈ ശരിക്കും പറഞ്ഞാൽ എത്തീസ്റ്റിക്കാണ് അല്ലെങ്കിൽ സെക്കുലറാണ് ശരിക്കും പറഞ്ഞാൽ. നോർത്ത് കൊറിയ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങൾ. പിന്നെ ബാക്കി പാർട്ടി പൊളിറ്റിക്സ് ഉള്ള മറ്റ് ഒട്ടനവധി രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാൻ അല്ലെങ്കിൽ സൗത്ത് കൊറിയ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ, മറ്റെല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ ഇലക്ഷൻ നടക്കുന്നതും പൊളിറ്റിക്കൽ പാർട്ടീസ് ഉള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ പാർട്ടി പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അത് അവിടെയുള്ള ഡോമിനൻ്റ് ആയിട്ടുള്ള റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. അതിൽ ഇപ്പോൾ ഈ ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് രാജ്യമാണ്. പക്ഷേ അവിടെ തീർച്ചയായിട്ടും അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അവിടുത്തെ ഡോമിനൻ്റ് റിലീജിയനുമായിട്ട് നല്ല എന്താ പറയുന്നത് ഹാൻഡ് ഇൻ ഗ്ലൗ ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ പറഞ്ഞ ഇടങ്ങളിലൊന്നും തന്നെ നമുക്ക് ഇനി അവർ സെക്കുലറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും തീർച്ചയായിട്ടും നമുക്ക് സെക്കുലറിസം അതിൻ്റെ കൃത്യമായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ബേസിൽ നമുക്കൊരിക്കലും കാണാൻ സാധിക്കത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ സെക്കുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ പോളിസിയാണ്. ആ സ്റ്റേറ്റിൻ്റെ പോളിസി ഇങ്ങനെ ആയിരിക്കണം. കാരണം സ്റ്റേറ്റ് ഇപ്പോൾ ആര് ഭരിച്ചു കഴിഞ്ഞാലും, ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചു കഴിഞ്ഞാലും, കാരണം നമ്മുടെ ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികളിൽ കൂടാണല്ലോ അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുകയാണെന്ന് നമ്മൾ പറയത്തുള്ളൂ. രാഷ്ട്രീയ പാർട്ടികളാണ് ഇവിടെ ഭരണം നടത്തുന്നത്, അധികാരത്തിൽ വരുന്നത് ഇലക്ടറൽ പൊളിറ്റിക്സിൽ കൂടെ. അപ്പോൾ അങ്ങനെ വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ മാറിയും മറിഞ്ഞും ഇവിടെയുള്ള എല്ലാ മതക്കാരോടും ഏറിയ തോതിലും കുറഞ്ഞ തോതിലും ഒക്കെ തന്നെ പ്രീണനം കാണിക്കുകയും അവരെ കാരണം നമുക്കറിയാം ഇവിടെ ഗവൺമെൻറ് ഫോം ചെയ്യുന്നത് വരെ റിലീജിയൻ മതാടിസ്ഥാനത്തിലാണ്. പലയിടത്തും പല സംസ്ഥാനങ്ങളിലും മതത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ നമുക്കെല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നതാണ് അവർ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ സെക്കുലറാണ്, ആ സെക്കുലറായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിലാണ് അവർ ഭരണം നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് അവർ ഇപ്പോൾ ഇന്ന മതമൊന്നും ഞാൻ പറയുന്നില്ല, അത് മാറി മറിഞ്ഞു പലയിടത്തും പല രീതിയിലായിരിക്കും ചിലപ്പോൾ വന്നാൽ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ
അതിൻ്റെ ഒരു രീതി വേറെ ആയിരിക്കും. പക്ഷേ കേന്ദ്രത്തിൽ വരുന്ന ഗവൺമെൻറ് എടുക്കുന്ന സമീപനം വേറെ രീതിയിലായിരിക്കും. ആസാമിലുള്ള ഗവൺമെൻറ് എടുക്കുന്ന വേറെ സമീപനമായിരിക്കും. പക്ഷേ എവിടെ ആയാലും അതാത് സ്ഥലങ്ങളിലുള്ള ഡോമിനൻ്റായിട്ടുള്ള റിലീജിയൻസിന് തീർച്ചയായിട്ടും ഡോമിനൻ്റായിട്ടുള്ള റിലീജിയൻസ് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഡോമിനൻ്റ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചൊരു മതത്തിന് ഡോമിനൻ്റ് ആണെന്ന് നിർബന്ധമില്ല. ഒരു മൈനോറിറ്റി സ്റ്റേറ്റിലാണെങ്കിൽ തന്നെയും അവർക്ക് വളരെ ശക്തമായിട്ടുള്ള സ്വാധീനം മാറി വരുന്ന സർക്കാരുകളിൽ, ഗവൺമെൻറ്റുകളിൽ അവർക്ക് ചെലുത്താൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലായിടം പോയിട്ട്, എല്ലാ മത സ്ഥാപനങ്ങളിലും പോയിട്ട് ഈ മതമേലധ്യക്ഷന്മാരെ സന്ദർശിക്കുന്നത്. അതിനകത്തിൽ ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് ഈ അതൊരു ഇൻ്റലക്ച്വൽ അപ്രോച്ചൊന്നുമല്ല, ശരിക്കും ഒരു ലോജിക്കൽ അപ്രോച്ചൊന്നുമല്ല. അത് നമ്മൾ തീർച്ചയായിട്ടും മതമേലധ്യക്ഷന്മാരെ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് താഴെയുള്ള അവരുടെ വോട്ടേഴ്സിനെ സ്വാധീനിക്കാനും അവരുടെ വോട്ട് ലഭിക്കും എന്നുള്ളത് കൊണ്ടും, അങ്ങനെ വോട്ട് ലഭിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മതമേലധ്യക്ഷന്മാരെ, അതിപ്പോൾ ഏത് മതത്തിൻ്റെയാണ് മതമേലധ്യക്ഷന്മാരെ അല്ലെങ്കിൽ മതത്തിന് സ്വാധീനമുള്ള മതം സ്വാധീനം ചെലുത്തുന്ന തരത്തിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഭരണകൂടത്തിൽ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ ഇടപെടാനും നയങ്ങളെ അവർക്ക് സ്വാധീനിക്കാനും കഴിയുമെന്ന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ഈ രാജ്യത്തും നാട്ടിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് സെക്കുലറിസം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് എന്ന രീതിയിൽ അത് സംസ്ഥാന തലത്തിലുള്ളതായാലും കേന്ദ്ര തലത്തിലുള്ളതായാലും ഒരു ടോട്ടലി ഡയലൂട്ട് ചെയ്യപ്പെട്ട ഒരു നമ്മളുടെ സംസ്കാരമാണ്. വെറുതെ എഴുതി വെച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അക്ഷരാർത്ഥത്തിൽ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷരത്തിലുണ്ട്, പക്ഷേ അർത്ഥത്തിലില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഇപ്പം ഞാൻ ഒരു അധികാരിയായിട്ട് കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെ ഫോം ചെയ്യുകയാണ് തലസ്ഥാനത്ത്. കാരണം ഇതെന്തുകൊണ്ട് സാധിക്കത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള സ്വാധീനം നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ഇലക്ഷൻ മൊത്തവും ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇലക്ഷൻ നടക്കുന്നത്. രാഷ്ട്രീയത്തിന് പിന്നെ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം നമ്മൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന പൊളിറ്റിക്സൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മതങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ 2000, 3000, 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുള്ളതായിട്ട് നമുക്കറിയത്തില്ല. പക്ഷേ 2000, 3000 അല്ലെങ്കിൽ 5000, 10000 വർഷങ്ങൾക്ക് മുമ്പുള്ള മതം ഇപ്പോഴും നമ്മളുടെ ജനജീവിതത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ആഴത്തിൽ വേരോടിക്കഴിഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് പൊളിറ്റിക്സിനേക്കാളിൽ കൂടുതൽ ഞാൻ പറയാം പൊളിറ്റിക്സ് ഒന്നും ഉണ്ടായിരുന്നായിരിക്കാം, പണ്ടും ഇന്നുമൊക്കെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടി നമ്മുടെ ഇന്നത്തെ മോഡേൺ കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ, രാഷ്ട്രീയ പാർട്ടികളെക്കാളിലും മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ BJP എന്നൊക്കെ പറയുന്ന പാർട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ ലോകത്തൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ വേൾഡിൽ കാണുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ മതവും അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും മതത്തിന് ഇത്രയും, കാരണം നമുക്ക് ജനങ്ങൾ രാഷ്ട്രീയ ചായ്വ് അവർക്ക് വളരെ പെട്ടെന്ന് അവർക്ക് മാറ്റാൻ സാധിക്കും. പക്ഷേ അവരുടെ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ജാതിപരമായിട്ടുള്ള ചായ്വിനെ അവർക്ക് പെട്ടെന്ന് അവർക്ക് മതം മാറുന്നവരുണ്ടല്ലെന്ന് പറയുന്നില്ല. എന്നാൽ തന്നെ ഞാൻ പറയുന്നത് രാഷ്ട്രീയ പാർട്ടി നമുക്കിപ്പം വളരെ ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു നമ്മളുടെ കാഴ്ചപ്പാടാണ്. പക്ഷേ അതുപോലെ അത്രയും വ്യഗ്രതയോടുകൂടി ഒരു വ്യക്തി മതം മാറുകയോ അല്ലെങ്കിൽ ജാതി മാറുകയോ ഒന്നും ചെയ്യത്തില്ല ഒരിക്കലും. അപ്പം അതുകൊണ്ട് മതങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിലുള്ള സ്വാധീനം വളരെ കൂടുതലായതുകൊണ്ട്, കൂടുതലെന്നല്ല പറയുന്നത്, കാരണം അതിൻ്റെ പേര് നമ്മൾ കുഴിച്ചെടുക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതിനെ മാന്തിയെടുക്കാൻ സാധിക്കില്ല. കാരണം അത്രയ്ക്ക് ആഴത്തിലേക്ക് അത് വേരൂന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും മതങ്ങൾക്ക് ഇത്രയും സ്വാധീനം. അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ഇവിടെ വന്നു കഴിഞ്ഞാലും, ഇനിയും ഇപ്പോൾ ഉള്ള നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടി പൂർണ്ണമായിട്ടും ചത്തൊടുങ്ങി അതിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ വേറൊരു രാഷ്ട്രീയ പാർട്ടി പുതുതായിട്ട് വന്നു കഴിഞ്ഞാലും, ഈ മതചിന്തയുള്ള മനുഷ്യരാണല്ലോ തീർച്ചയായിട്ടും ഇവിടെ രാഷ്ട്രീയം ഉണ്ടാക്കാൻ പോകുന്നതും അതിൻ്റെ നേതാക്കളായിട്ട് വരുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും ഒക്കെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് മതത്തിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ബാക്കപ്പും ഇൻഫ്ലുവൻസും കൺട്രോളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് സെക്കുലറിസം എന്ന് പറയുന്ന കാര്യം നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെക്കുവാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അത് അക്ഷരത്തിൽ മാത്രം നിലനിൽക്കുന്നൊരു കാര്യമായിട്ട് അത്രേ നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ.
അതിനെ ഒരു പ്രിൻസിപ്പൽ ബേസിൽ ഒരു സ്റ്റേറ്റിനും ഒരു ഭരണകൂടത്തിനും അത് കേന്ദ്രത്തിലുള്ളതായാലും സംസ്ഥാനങ്ങളിലുള്ളതായാലും അവർക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് പകരം അവരുടെ ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവർ വഴുതി മാറി പോകുന്നത് കൊണ്ടും അവർക്കങ്ങനെ ആകുവാൻ സാധിക്കാത്തതുകൊണ്ടും അവർ നമ്മളെപ്പോലുള്ള ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ചിരിക്കുന്നത് മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതാണ്, നീ നിൻ്റെ ഇപ്പം മതം എ മതം ബിയെ കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണം, തോളത്തോടെ കൈയിട്ട് നടക്കണം, ഇതാണ് മതേതരത്വം എന്നാണ് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ എന്നെയല്ല, കാരണം നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള അറിവുണ്ട്. പക്ഷേ അങ്ങനെ കുറേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ മണ്ടന്മാരാക്കി വെച്ചിരിക്കുന്ന കുറേ രാഷ്ട്രീയക്കാർ, മണ്ടന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാരും ഭരണ അധികാരത്തിന് വേണ്ടി ഈ പറഞ്ഞ കഷ്ടപ്പെടുന്ന ആൾക്കാരും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ഈ ഒരു രീതിയിലാണ്. പക്ഷേ അതെല്ലാം സെക്കുലറിസം, സ്റ്റേറ്റിൻ്റെ പോളിസിയാണ് സെക്കുലറിസം. സ്റ്റേറ്റിൻ്റെ പോളിസിയിൽ നിന്നും സ്റ്റേറ്റ് എന്നേ അതിനകത്തിൽ ഫെയിൽഡായിട്ടുണ്ട്. അതിപ്പോൾ ആരിവിടെ ഭരിക്കാൻ വന്നു കഴിഞ്ഞാലും. അപ്പോൾ ആ ഫെയിലുകൾ അവർ മറച്ചു വെക്കാൻ വേണ്ടി, അത് ജനങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അവരവരുടെ ഒരു സ്വന്തമായിട്ടുള്ള നറേറ്റീവ് ഉണ്ടാക്കി ജനങ്ങളെ ഇന്ന രീതിയിലാണ് മതേതരത്വം എന്നുള്ളത് അവരിവിടെ ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അതല്ല മതേതരത്വം. സെക്കുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഒരു റിലീജിയനുമായിട്ടും യാതൊരു ബന്ധമില്ല. എല്ലാ റിലീജിയൻസിനും ഈക്വൽ ഇമ്പോർട്ടൻസ്. ഒരു റിലീജിയനും സുപ്പീരിയർ അല്ല, ഇൻഫീരിയർ അല്ല. ഇവിടെ മത ഭൂരിപക്ഷമില്ല. സെക്കുലറിസത്തിൻ്റെ ഇടയിൽ മത ഭൂരിപക്ഷമില്ല, മത ന്യൂനപക്ഷമില്ല. കാരണം ഈ നാമകരണം എല്ലാം തന്നെ വരുന്നത് തന്നെ തീർച്ചയായിട്ടും സ്റ്റേറ്റ് സെക്കുലർ അല്ല എന്ന് തന്നെ തെളിയിക്കുന്ന ഏറ്റവും വലിയ പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. കാരണം സ്റ്റേറ്റിൻ്റെ താഴെ ഏതൊക്കെ മതം ഉണ്ടെങ്കിൽ തന്നെയും മതം ഉണ്ടാകാം തീർച്ചയായിട്ടും. പക്ഷേ അവിടെ ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ നമ്മൾ ബ്രാൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം സ്റ്റേറ്റിനകത്ത് നിന്ന് യാതൊരു സ്റ്റേറ്റിന് താഴെയുള്ള എല്ലാ സിറ്റിസൺസിനെയും ഒരുപോലെ കാണുക, ഒരുപോലെ സെർവ് ചെയ്യുക എന്നുള്ള ഒറ്റ ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ സ്റ്റേറ്റിന്. അങ്ങനെയുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയാതെ വരുമ്പോഴാണ് ഇതുപോലുള്ള എന്താ പറയുന്നത് സംവിധാനങ്ങളും പ്രകടനങ്ങളും സംസ്കാരങ്ങളും ഒക്കെ നമുക്ക് കാണേണ്ടി വരിക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൂത്തുലഞ്ഞ് കായ്ക്കേണ്ട ഒരു ജനങ്ങൾ അതിനുവേണ്ടി പണിയെടുക്കേണ്ട ഒരു കാര്യമല്ല. സ്റ്റേറ്റിൻ്റെ പോളിസി ആയിരിക്കണം, സെക്കുലറിസം ഉറപ്പുവരുത്തേണ്ട ഒരേ ഒരു ഏജൻസി എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഇത്രയും പറഞ്ഞ ടോപ്പിക്കുകൾ അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.